ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മുടെ കൺസ്യൂമർ സർപ്ലസിൻ്റെ ഫോർമുല? സി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി ഡി എക്സ് മൈനസ് x0 p0 ആൻഡ് ഓൾസോ പി എസ് ഈക്വൽ ടു x0 p0 മൈനസ് ഇൻ്റഗ്രൽ പി എസ് ഡി എക്സ്. എന്തായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? പി ഡി ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് പി എസ് സപ്ലൈ ഫംഗ്ഷൻ. x0 ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, p0 ഇക്വിലിബ്രിയം പ്രൈസ്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് ആകുമ്പോൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ. പ്രൊഡ്യൂസർ സർപ്ലസ് ആകുമ്പം ആദ്യം ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ ക്വാണ്ടിറ്റി കണ്ട ശേഷം അതിൽ നിന്നും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറക്കാൻ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫൈൻഡ് ദ പ്രൊഡ്യൂസർ സർപ്ലസ് വെൻ 2x² ഈക്വൽ ടു പി ഡി പ്ലസ് 18x പ്ലസ് 9 x² ഈക്വൽ ടു പി എസ് പ്ലസ് 10x. എക്സ് ഇസ് ദ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് കാണാനുള്ളത് അല്ലേ? നമുക്കറിയാം പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഇക്വേഷൻ എന്താണ്? പി എസ് ഈക്വൽ ടു x0 p0 മൈനസ് ഇൻ്റഗ്രൽ പി എസ് ഡി എക്സ്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, നമുക്ക് പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവിടെ ഇല്ല. ആൻഡ് ആക്ച്വലി ഇക്വിലിബ്രിയം x0യും ഇല്ല. പകരം നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇക്വേഷനാണ്. അതായത് പി ഡിയും പി എസും ഇക്വേഷൻ്റെ ഉള്ളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ ഇക്വേഷൻ ആദ്യം ഒന്ന് രൂപം മാറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? സോ എങ്ങനെയായിരിക്കും ഇക്വേഷൻ? ഒന്ന് രൂപം മാറ്റിയിടാം. ഈ പി ഡിനെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളതിനെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പി ഡി ഈക്വൽ ടു 2x². ഈ 18x ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 18x മൈനസ് 9 അല്ലേ? മൈനസ് 9. അതുപോലെ പി എസ് എന്തായിരിക്കും? പി എസ് ഈക്വൽ ടു x². ഈ 10x അങ്ങോട്ട് കൊണ്ടുപോകാം, മൈനസ് 10x. ഓക്കെ, നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് അല്ലേ? അപ്പോൾ പി എസ് ഈക്വൽ ടു പി ഡി, അപ്പോൾ നമുക്കിതിനൊന്ന് എന്ത് ചെയ്യാം? ഈക്വലൈസ് ചെയ്യാം. 2x² മൈനസ് 18x മൈനസ് 9 ഈക്വൽ ടു x² മൈനസ് 10x. ഓക്കെ, ഇതിനെ എല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 2x² മൈനസ് x² മൈനസ് 18x പ്ലസ് 10x മൈനസ് 9 ഈക്വൽ ടു 0. ദാറ്റ്സ് ഈക്വൽ ടു 2x² ഒരു x² പോയാൽ എന്ത് കിട്ടും? x² അല്ലേ? x² മൈനസ് 18x പ്ലസ് 10x, ദാറ്റ് വിൽ ബി മൈനസ് 10x മൈനസ് 9 ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. നോക്കൂ, സമ്മ് മൈനസ് 10ഉം പ്രൊഡക്റ്റ് മൈനസ് 9ഉം 1ഉം 9ഉം ആക്കാം അല്ലേ? 1ഉം 9ഉം 1ഉം മൈനസ് 9ഉം. ഓക്കെ, 1ഉം മൈനസ് 9ഉം. അപ്പോൾ ഇതെങ്ങനെ വരും? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 9 ഈക്വൽ ടു 0. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു മൈനസ് 1 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് 9. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് പോസിറ്റീവ് സംഖ്യ കിട്ടണം. സോ എക്സ് ഈക്വൽ ടു പ്ലസ് 9. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? x0 ഈക്വൽ ടു 9. ആൻഡ് നമുക്ക് കൺസ്യൂമറിനും അല്ലെങ്കിൽ സപ്ലൈ ഫംഗ്ഷനും ഡിമാൻഡ് ഫംഗ്ഷനും ഇക്വേഷനും. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ എന്തായിരുന്നു? ഇത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം ഇത് കണ്ടെത്തിയിട്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് വ്യത്യാസം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ട്രിക്കി ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം അല്ലേ? പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് കാണാനുള്ളത്. പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ആദ്യം x0 p0. അപ്പോൾ x0 ഈക്വൽ ടു 9 ഇൻറ്റു p0 എന്ന് പറയുമ്പം ഈ സപ്ലൈ ഫംഗ്ഷൻ്റെ ഇക്വേഷനിൽ ഇതിന് 9 ഇട്ട് കൊടുക്കാം. സോ x² ഈക്വൽ ടു 9² മൈനസ് 10x എന്ന് പറയുമ്പം 10 ഇൻറ്റു 9 90. ദാറ്റ്സ് ഈക്വൽ ടു 9² 81 മൈനസ് 90. ദാറ്റ്സ് ഈക്വൽ ടു 9 ഇൻറ്റു മൈനസ് 9 അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 9 ഇൻറ്റു മൈനസ് 9 മൈനസ് 81.
അതായത് x0 p0ക്ക് നമുക്കിപ്പോൾ വാല്യൂ കിട്ടിയിരിക്കുന്നു. ഇനി മൈനസ് ഇൻ്റഗ്രൽ പി എസ് ഡി എക്സ്. ഇൻ്റഗ്രൽ എന്തായിരുന്നു നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ? x² - 10x. x² - 10x. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് റേഞ്ച്? x0 9 ആയ സ്ഥിതിക്ക് റേഞ്ച് 0 to 9. ഓക്കെ, സോ അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3. റേഞ്ച് 0 to 9. മൈനസ് 10x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ശ്രദ്ധിക്കുക, 10x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 10x²/2. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്താൽ 5x² എന്നാവും അല്ലേ. സോ 5x². ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 9 അല്ലേ, 0 to 9 ആണ് നമ്മുടെ റേഞ്ച്. സോ വാല്യൂ ഇടാം. -81 - 9³/3 മൈനസ് 5 × 9² ദാറ്റ്സ് ഈക്വൽ ടു -81 മൈനസ് 9³/3. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ വരും? 9 × 9 × 9/3. ഒരു 3 ഇങ്ങനെ പോകും. അപ്പം 9 × 9 × 3 എന്ന് പറയുമ്പം 90 × 9 81. 81 × 3 അല്ലേ, അപ്പോൾ 3 × 81 എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ മൈനസ് 5 × 9². 9² 81 ആണ്. അപ്പോൾ 5 × 81 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കാരണം ഈ ചിഹ്നം നമുക്ക് മാറ്റാനുള്ളതാണ്. -81 മൈനസ് 3 × 81 പ്ലസ് ഈ മൈനസും ഈ മൈനസും പ്ലസ് 5 × 81. എല്ലാത്തിലും 81 ഉണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 81 × -1 -3 + 5 ദാറ്റ്സ് ഈക്വൽ ടു 81 × -1 -3 + 5 1 ആകുന്നു. അതോടെ 81 × 1 = 81 is the answer. So the answer is 81. അപ്പോൾ ഈ രൂപത്തിലാണ് ഇത്രയും ഒരു ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻ വളരെ ട്രിക്കി ആയിട്ട് തരും. നമുക്ക് കിട്ടാനുള്ളത് എന്താണ്? പി ഡിയിലും പി എസിലും ഓരോ ഇക്വേഷൻ കിട്ടണം. അതിനെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടുന്നു. ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെ നമ്മൾ ആ പ്രൈസിൻ്റെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്ത ശേഷം, അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൺസ്യൂമർ സർപ്ലസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സർപ്ലസ് ഏതാണ് കാണേണ്ടതെന്ന് വെച്ചാൽ കാണുന്നു. ഓക്കെ, അതാണ് അപ്പോൾ സ്റ്റെപ്സ്. ഓക്കെ, ഹിയർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. Find the producer surplus when PD = 3x² - 20x + 5, PS = 15 + 9x, x is the quantity. ഇതൊരു PYQ ആണ് കേട്ടോ. സോ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് കാണാനുള്ളത് അല്ലേ. പ്രൊഡ്യൂസർ സർപ്ലസ് ആണ് കാണാനുള്ളത്. പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ ഇക്വേഷൻ എന്താണ്? PS = x0 p0 - ഇൻ്റഗ്രൽ PSDX. ഓക്കെ, സോ ഇവിടെ നമുക്ക് PD = PS = 2 ഇക്വേഷൻസ് ഉണ്ട്. അതിന് ഈക്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാം. സോ PD = PS എന്ന് പറയുമ്പോൾ 3x² - 20x + 5, 3x² - 20x + 5 = 15 + 9x. 15 + 9x. നമ്മളെന്താ ചെയ്തത്? PD = PS അഥവാ ഡിമാൻഡ് ഫംഗ്ഷൻ = സപ്ലൈ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്താൽ 3x² - 9x - 20x + 5 - 15 = 0. That's equal to 3x² - 29x - 10 = 0. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം കോയിഫിഷ്യൻറ്റ് 3 ആണ് അല്ലേ. 1 ആണെങ്കിൽ മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് ആക്ച്വലി എന്തെന്നെ വേണം? x = പണ്ട് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള -b ± √b² - 4ac/2a. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് a = 3, b = -29, c = -10. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വേണം നമുക്കിവിടെ ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അഥവാ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും കിട്ടും. ആ നെഗറ്റീവ് സംഖ്യ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് സംഖ്യ നമുക്കിവിടെ 10 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 10 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ വാട്ട് ഈസ് പ്രൊഡ്യൂസർ സർപ്ലസ്? x0 p0 - integral ps × dx or ps dx and x = 10 ആണ് നമുക്ക് മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടുക.
അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 10 ഇൻറ്റു ഇവിടെ നമുക്ക് പ്രൊഡ്യൂസർ സർപ്ലസ് ആയതുകൊണ്ട് പി എസിൻ്റെ ഫംഗ്ഷൻ എടുക്കേണ്ടത് 15 + 9x 15 + 9x മൈനസ് ഇൻ്റഗ്രൽ പി എസ്. അപ്പോൾ 15 + 9xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 15 + 9xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ ഇടാം അല്ലേ. 10 ഇൻറ്റു 15 150 പ്ലസ് 9x എന്ന് പറയുമ്പോൾ നമുക്ക് ആ എക്സിന് 10 എന്നുള്ള വാല്യൂ ഇടാം. അപ്പോൾ 90 ഇൻറ്റു 10 900 മൈനസ് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റേഞ്ച് 0 to 10. സോ റേഞ്ച് 0 to 10 15x പ്ലസ് 9x² 2 ദാറ്റ്സ് ഈക്വൽ ടു 150 പ്ലസ് 900 മൈനസ് 15x 150 ആകും പ്ലസ് 9x² എന്ന് പറയുമ്പോൾ 9/2 ഇൻറ്റു എക്സ് 10² ആണ് അല്ലേ. സോ 100 that will be equal to 150 plus 900 minus 150 മൈനസ് ഈ മൈനസ് ഈ പ്ലസ് മൈനസ് ആകുന്നു. സോ 9/2 100 എന്ന് പറയുമ്പം 900/2. ഈ 150 കട്ടാവുന്നു. 900 നിന്നും 900/2 കുറച്ച് കഴിഞ്ഞാൽ 900/2 തന്നെ ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 450 ഈസ് ദ ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് യു ക്ലിയർ ദ സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി തന്നിട്ടില്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും ഈക്വലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കാണുക എന്നുള്ളതാണ്. ആ ക്വാണ്ടിറ്റി കാണാൻ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ആണെങ്കിൽ ചെയ്യാം. പക്ഷേ അതല്ലാത്ത ഇക്വേഷൻ ആണെങ്കിൽ x ഈക്വൽ ടു -b + or -√b² - 4ac/2a എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ കിട്ടുന്ന വാല്യൂവിനെ വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസിൻ്റെ കുറച്ച് ഇൻ്റഗ്രേഷൻ അപ്ലിക്കേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണിത്. ആൻഡ് പല കുട്ടികളും ഇത് ഒരുപാട് ഇൻ്റഗ്രേഷൻ ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്യും. പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. So all the best for your preparation. This is Musina signing off. Thank you.